ഭൂലോകത്ത് ഈ ഒരു സംഘടനയ്ക്ക് മാത്രമാണ് ഈ കൽപ്പനയുള്ളത്. കർത്താവ് 10 കൽപ്പന പറഞ്ഞിട്ട് ഓടിക്കളഞ്ഞു, അദ്ദേഹത്തെ പങ്കുവെച്ച് കളഞ്ഞു, പന്നിയെ വെട്ടും പോലെ. അവസാനം അടിയിൽ കിടന്ന വസ്ത്രം കൂടി കീറി പങ്കുവെച്ചെടുത്തോണ്ട് പോയി, അല്ലയോ? അങ്കിയെ കീറി മണപ്പിച്ച് ഓരോരുത്തന്മാർ കൊണ്ടുപോയി. എന്തിനെ? ആരും കേട്ടിട്ടില്ല. കർത്താവിൻ്റെ വസ്ത്രം വലിച്ചു കീറി പങ്കുവെച്ചു. വായിച്ചിട്ടില്ലേ അത്? ബൈബിൾ ഒക്കെ ഇരിക്കുക. ഇരിക്കെങ്കിൽ എടുത്ത് വാസിക്കണം, ഇത് പഠിച്ചു പാക്കണം. അവസാനത്തെ വസ്ത്രവും അഴിച്ചെടുത്ത് കീറി പങ്കുവെച്ചു കൊണ്ടുപോയി. അങ്ങനെയുള്ള മനുഷ്യരാണ് ഇപ്പോൾ കിടന്ന് വിളിക്കുന്നത്. മൈക്കൂടെ മറ്റന്നാ 12 മണിക്ക് വരുവാർ, മറ്റന്നാ 12 മണിക്ക് വരുവാർ. വന്നോ? ഇനി വരേയില്ല. വരേണ്ടവൻ വന്നു കഴിഞ്ഞു. കൽകി അവതാരം ഭൂമിയിൽ വന്നു കഴിഞ്ഞു. അവൻ്റെ കൽപ്പന പാലിക്കുന്നവർക്ക് കള്ളത്തരം പോയി, ചതിവ് പോയി, വഞ്ചന പോയി, നുണ പോയി, അശുദ്ധങ്ങളെല്ലാം പോയി, ശുദ്ധമായി. ശുദ്ധമാകണമെന്ന് മനസ്സുള്ളവരൊന്ന് കൈപൊക്കെ നോക്കട്ടെ. എല്ലാം വളഞ്ഞ് മണമൂക്കണം. ശുദ്ധരാകണമെന്നുള്ളവര് എല്ലാവർക്കും ഇടയിലൊക്കെ ഇരിക്കുന്ന കൈ വളഞ്ഞാണ്. അതാ വാദമോ? എല്ലാവർക്കും ശുദ്ധരാകണം. എങ്ങനെയാവും? മോഹമുണ്ട്, നടക്കണ്ടേ? നടക്കാത്ത കാര്യം എന്താ? നാമവും നിയമവും വഴിയരിവ് കൂടെ പോയിട്ടില്ല. ഇനി വഴിയരിവ് കൂടെ നടന്നു പോയവരോ അതിനെ കുളിപ്പിച്ച് കിടത്തി ഇതോടുകൂടി കാര്യം. തന്നാൽ ഉണ്ടാക്കി തന്ന ഈ സമ്പത്തിനെ നാശപ്പെടുത്തരുത്. സർവശക്തനാകുന്ന ഭഗവാൻ നമുക്ക് വേണ്ടി പാടുപെട്ട് ഇനി പാടുപെടാനൊന്നും ഇല്ല. അവസാനം ഇനി ആരും ലോകത്ത് തപസ്സിന് പോകേണ്ട എന്ന് പറഞ്ഞ് അവസാനത്തെ തപസ്സായിരുന്നു ഭഗവാന്റെ തപം. പിന്നെ ഒരു തപം ചെയ്ത സ്വാമിമാർ ഈ രാജ്യത്ത് കേട്ടിട്ടേ ഇല്ല, ഇനി കേൾക്കുകയും ഇല്ല. എന്തുകൊണ്ട്? അവസാനത്തെ തപക്കാരനായിരുന്നു ഭഗവാൻ. അതിൽ കൂടി ഉണ്ടാക്കിയെടുത്ത ജ്ഞാനമാണ് വേദാന്തിമാർക്ക് ദാനം ചെയ്തിട്ട് പോയത്. ആ വേദാന്തിമാർക്ക് ഭഗവാന്റെ ആചാരവും അനുഷ്ഠാനങ്ങളും മറക്കുവാൻ കഴിയുമോ? അത് രുചി ഭയങ്കര. രുചി ഒന്നും കിട്ടാത്തവര് ഇങ്ങനെ അപ്പടിയാ മൈനി ഇപ്പടിയാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കും. ഇതൊന്നും പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കേട്ടാൽ അടുത്തത് എഴുതിക്കോ. ഗുരുപാദത്തിൽ എന്തിനോ നാം വന്ന ചിന്തയോടെ, ഗുരുപാദത്തിൽ എന്തിനോ നാം വന്നു വന്ന ചിന്തയോടെ കൈകൂപ്പേണം വണങ്ങേണം ഗുരുവരനെ, കൈകൂപ്പേണം വണങ്ങേണം ഗുരുവരനെ. ഗുരുവാദത്തിൽ എന്തിനോ നാം വന്നു എന്ന ചിന്തയോടെ കൈകൂപ്പേണം വണങ്ങേണം ഗുരുവരനെ. ഗുരുവിനു നമുക്ക് തരാൻ ധാരാളം കാര്യങ്ങളുണ്ട്, ഗുരുവിനു നമുക്ക് തരാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ഓരോന്നായി വാങ്ങി നിങ്ങൾ ജീവിച്ചു കൊള്ളുക, ഓരോന്നായി വാങ്ങി നിങ്ങൾ ജീവിച്ചു കൊള്ളുക, ഓരോന്നായി വാങ്ങി നിങ്ങൾ ജീവിച്ചു കൊള്ളുക. തരാനുണ്ട് വാങ്ങാനാരെ ആരുമില്ലേ പൊന്നു ദേവ, തരാനുണ്ട് വാങ്ങാനാരെ ആരുമില്ലേ പൊന്നു ദേവ. പിന്നെ നമ്മൾ ആത്മീയത്തിൽ എന്തോ നേടിയിടും, പിന്നെ നമ്മൾ ആത്മീയത്തിൽ എന്തോ നേടിയിടും, പിന്നെ നമ്മൾ ആത്മീയത്തിൽ എന്തോ നേടിയിടും. ആത്മീയ
ആത്മീയത്തിൽ അഴകുള്ള ഭക്തരായി തീർന്നിടണം. ഭഗവാനെ നമിക്കുന്ന ഭക്തരാകണം. വെറും ഭക്തരായി കൂടാ അതിപ്രകാശമുള്ളൊരു വെറും ഭക്തരായി തന്നോടൊത്തു അണഞ്ഞിടണം. ഇങ്ങനെയാകണം നമ്മളെല്ലാം. വെറും ഭക്തരല്ല, വെറും ഭക്തരിവിടെ ധാരാളം വന്നിട്ട് പോകുന്നു. പിന്നെയോ പ്രകാശമുള്ള ഭക്തരാകണം. അതാണ് ഭഗവാന്റെ. അവർ കേട്ടാൽ എന്തും ഭഗവാൻ കൊടുത്തുകൊള്ളും. മനസ്സിലായോ? ചെന്നായും കാണുമ്പോ എന്താവും? കുറച്ച് സ്നേഹിക്കുമോ? അടികൾ കൂടും. ചെന്നായും ശുദ്ധമില്ലാത്ത മനുഷ്യർ വാക്കുകളാൽ ഉരയ്ക്കും. വാക്കുകളാൽ ശുദ്ധമുള്ള മനുഷ്യരോ ദൈവത്തെ കുറിച്ച് പറഞ്ഞ് നല്ല പുഞ്ചിരിക്കും, ആനന്ദിക്കും. രണ്ടിന്റെ വ്യത്യാസം. നിങ്ങൾ ശുദ്ധരാകണമെന്ന് ഭഗവാൻ നിങ്ങളോട് പറയുന്നു. എങ്ങനെ നിങ്ങൾ ശുദ്ധമാകും? എങ്ങനെയാകും? എത്ര ശുദ്ധിയുണ്ട്? അറിയാമോ? എത്ര ശുദ്ധിയുണ്ട്? എത്ര ശുദ്ധിയുണ്ട്? നിങ്ങൾക്ക് ആവശ്യമുള്ള കർമ്മമെല്ലാം ശുദ്ധിയായിരിക്കണം. ഒരശുദ്ധി അതിൽ പാടില്ല. എങ്ങനെ? ഈശ്വര കർമ്മം പൂർത്തിയാക്കി പുണ്യം നേടി ലയിച്ചുകൊള്ളുക. അതിനാണ് ഭൂമിയിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാതെ കല്യാണം കഴിഞ്ഞു, ഭർത്താവ് നേരെ നോക്കി, പിള്ളേരെ നോക്കി, അത് മാത്രമല്ല നമ്മൾ ചെയ്യാനുള്ളത്. വിനയോ അതിൽ കൂടി ദൈവകർമ്മം പൂർത്തിയാക്കണം. ദൈവകർമ്മം പൂർത്തിയാക്കണം. ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എന്തോന്ന്? ബാഹുബലിയ. അതെല്ലാം കള്ളന്റെ പടം. വാക്കുവലി എല്ലാവരും അകത്തായിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത അവൻ ആകും വാക്കുവലിക്കാരൻ. ഇന്നത്തെ ദിവസം എന്താണ്? വാവ് ബലി. എന്തിനാണ് വാവ് ബലി? പിതൃമോക്ഷം. ഭൗതിക ലോകത്തിൽ പിതൃമോക്ഷ സങ്കല്പത്തിൽ കൂടിയാണ് ഈ ആചാരം ഇന്ന് ലോകത്ത് നടത്തുന്നത്. എന്നാൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? ആരെങ്കിലും ഭഗവാനിൽ ലയിച്ചിട്ടുണ്ടോ? ഇന്ന് ഉണ്ട്. ഇവിടെ നമ്മൾ ഈ പൂജ നടത്തി. ഏത് പൂജ? ഈ വാവുബലി പൂജ എന്നിവിടെ ഇന്നലെ രാത്രി ഒരുക്കി വെച്ച് ഈ ആചാരം ചെയ്തിരിക്കുന്നു. പല ആത്മാക്കളെയും വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ കാര്യം പൂർത്തീകരിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടത്തെ കർമ്മം കുളവരമ്പിലും കടൽക്കരകളിലും സ്നാനഘട്ടങ്ങളിലും ഒന്നുമല്ല. വിഷ്ണു വാഴുന്ന വാഴ്ചയുടെ തിരുമുമ്പിൽ നാം കുടുംബത്തിലെ പിതൃക്കളെ സങ്കല്പിച്ചുകൊണ്ട് ഈ ആചാരം നടത്തിയിരിക്കുന്നു. ഈ ആചാരത്തിൽ കൂടി പല ആത്മാവിനും മോക്ഷപദം ലഭിക്കും എന്ന് തന്നെ സങ്കല്പം. എന്തുകൊണ്ട്? ചോദ്യം ചെയ്യപ്പെടാതെ, ക്വസ്റ്റ്യൻ കേൾക്കാതെ, ക്വസ്റ്റ്യൻ കേൾവിയാണ്.
എന്നെ കേൾവി നീ കാപ്പി കുടിച്ചെന്നൊരു കേൾവിയുണ്ട്, അതല്ല. കേൾവി കൂടാതെ ആത്മാവ് ചേർക്ക. കേൾവിയൊന്നും കേൾവി വേണ്ട. നീ എന്ത് ചെയ്തു ഇന്നലെ വരെ എന്നൊരു കേൾവിയില്ലാതെ ആത്മാ ലേനം കൊടുക്കുന്ന പ്രാർത്ഥനയാണ് ഇവിടെ നടത്തിയത്. സർവത്ര കുടുംബങ്ങളിലെ മോക്ഷപ്രാപ്തിക്ക് പോകാത്ത, കൈകളിൽ ധനം വച്ചിട്ട് ഒളിച്ചു വരാത്തവരുമുണ്ട്. ധനം കൊണ്ടുവന്നിട്ട് ഇവിടെ ഇന്ന എൻ്റെ കുടുംബത്തിലെ പിതൃക്കൾക്ക് അതിൻ്റെ ചെലവ് ഞാൻ വഹിക്കുന്നു എന്ന് തരാതെ കയ്യിൽ ഇപ്പോഴും ഇറുക്കി പിടിച്ചു വെച്ചിട്ടുണ്ട് കുറേ എണ്ണം. എന്തുകൊണ്ട് ഈ പിതൃവിനെ ദൈവത്തിൽ ലയിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾക്ക് ഇഷ്ടമേ ഇല്ല. അതാ കാര്യം. അപ്പോൾ ഈ കുടുംബത്തിലെ ജീവിതം ചുവയെ പോവുമോ? അപ്പോൾ മരിച്ചുപോയിട്ടുള്ളവരുടെ ആത്മാവിന് പരിപൂർണ ലയനം വരുത്തി കൊടുക്കേണ്ടുന്ന കടമാർക്ക്? ജീവിച്ചിരിക്കുന്നവർക്ക്. അതിനാണ് നിങ്ങളെ